ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. നവംബർ 15-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ഇതിപ്പോൾ ഞങ്ങൾ നവംബർ 14 വൈകുന്നേരം കൊരട്ടിപ്പള്ളിയിലേക്ക് വന്നതാണ്. ഞങ്ങളവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അവിടെ ഇത്തിരി വീഡിയോസ് പിടിച്ചിരുന്നു. ആ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഫ്രണ്ട്സ്, പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് അമ്മാസ് ഹോട്ടലിലേക്കാണ്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളൊന്ന് ബിരിയാണി പാഴ്സൽ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്ക്. ഫ്രണ്ട്സ്, അന്ന് രാത്രി എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് തന്നു. ഹാമ്പറാണ് ഗിഫ്റ്റ് തന്നത് കേട്ടോ. എൻ്റെ മുഖത്താണെങ്കിൽ ഒരു വികാരവും ഇല്ലായിരുന്നു. അവൻ കുറേ ചോക്ലേറ്റ്സും പിന്നെ കീ ചെയിൻസും പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉള്ളതായിരുന്നു. എനിക്ക് ശരിക്കും നല്ല സന്തോഷമായി. പക്ഷേ എൻ്റെ മുഖത്ത് ഒരു വികാരവും വരുന്നുണ്ടായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. നവംബർ 15 നവംബർ 14 അപ്പോൾ എനിക്ക് അനിയൻ ഗിഫ്റ്റ് തന്നതാണ്. അവനും അമ്മയും കൂടി സെറ്റ് ചെയ്തെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മഞ്ചാടി വെച്ചിട്ടാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇത് കണ്ടു. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ ചോക്ലേറ്റ്സ് ഉണ്ട്, ലോലിപോപ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഗൈസ്, ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. ഇത് അവൻ പറഞ്ഞത് അനിയൻ്റെ ഫ്രണ്ട് ഡിയോൺ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അവൻ ഇങ്ങനെ കീ ചെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റേന്ന് വാങ്ങിച്ചതാണ് പറഞ്ഞത്. ഇയറിങ്സ്, പിന്നെ ലാസ്റ്റായിട്ട് ഒരു ഐലൈനർ കൂടി ഉണ്ട്. ഇതും കൂടി ഉണ്ടിട്ട് ഞാൻ കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഈ ബോക്സിൽ ഫുള്ള് മഞ്ചാടി ഉണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. താങ്ക് യു. അവിടെ നിൽക്കുന്നവൻ. ഹേയ് ഗായ്സ്, ഇപ്പം നിങ്ങൾ നവംബർ 14 വീഡിയോസൊക്കെ കണ്ടില്ലേ? ഈ നവംബർ 15 രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ സ്കൂളിലേക്കാണ് പോയത്. ലഡു ആണ് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അതൊക്കെ സ്കൂളിൽ പോണ സമയത്ത് വീഡിയോ പിടിക്കാനാണ് ഞങ്ങൾ ശരിക്കും മറന്നുപോയി. പിന്നെ വൈകുന്നേരം വന്നപ്പോഴാണ് ഓർക്കുന്നത് വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന്. എന്നിട്ട് പിന്നെ ഗൈസ്, പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എനിക്ക് കുറേ വിഷസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് പിന്നെ രാത്രി 12 മണിക്ക് വിളിച്ചിട്ടുണ്ടായി. പക്ഷേ ഗൈസ്, ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങി. ഞാൻ 10 മണി ആയപ്പോഴേക്കും ഉറങ്ങി. ഇനി ഞാൻ സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയാനാണ് പോകുന്നത്. സ്കൂളിൽ ഞാൻ രാവിലെ ചെന്ന വഴി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരാന്തയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ എന്നെ വിഷ് ചെയ്തു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സിൽ എല്ലാവരും വിഷ് ചെയ്തു. ക്ലാസ്സിൽ ചെന്നിട്ട് മിസ്സും പിന്നെ ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്തു. പിന്നെ ഞാൻ ലഡു എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ ടൈമിൽ ഞാൻ എല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഗൈസ്, ഇനി ഞാൻ ലഞ്ച് ബ്രേക്കിൽ നടന്ന കാര്യങ്ങൾ പറയാം. ലഞ്ച് ബ്രേക്കിന് ശരിക്കും പറയാം, എൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വാഷ്റൂമിലേക്ക് പോയിരുന്നു. വാഷ്റൂമിലേക്ക് പോയ വഴി എല്ലാവരും വാഷ്റൂമിൽ 2 സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. വലിയ ഹൈറ്റ് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അവരെൻ്റെ മേത്തേക്ക് അരിപ്പൊടി എറിഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ നടക്കുന്നത്. എൻ്റെ മേത്തേക്ക് പൊടി എറിഞ്ഞവർ അരിപ്പൊടിയായിട്ട് എറിഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പൊടി എറിഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അരിപ്പൊടിയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തലയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ളും ഞാൻ ഒരുമാതിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം മുടിയുമേന്നൊക്കെ അരിപ്പൊടിയൊക്കെ തുടച്ച് പിന്നെ ഞാൻ അവരുടെ ഞങ്ങൾക്ക് ഇൻ്റർവെൽ ടൈമിൽ വരാന്തയിൽ നമ്മൾ സംസാരിച്ച് നിൽക്കുമല്ലോ, ആ സമയത്ത് അവർ എല്ലാവരേക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം. ആ സമയം ശരിക്കും പറഞ്ഞാൽ ഗൈസ് ഒരു പൊളി സമയമായിരുന്നു. ഞാൻ ശരിക്കും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പം തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നടന്നത്. അതായത് ഞാൻ ചെല്ലുന്ന അവർ അരിപ്പൊടി എറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വരാന്തയിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാം എന്നൊരു പ്ലാനിൽ എല്ലാവരുടെ പാരൻസിനെ വിളിച്ചു. എല്ലാവരുടെ പാരൻസ് സമ്മതിച്ചു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വൈകുന്നേരം മെർലിൻ്റെ പപ്പ വന്നു. ഞങ്ങളപ്പമാരുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ പാരൻസിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ പൊക്കോട്ടെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ മെർലിൻ്റെ പപ്പയാണ് ഞങ്ങളെല്ലാവരെയും പിക്ക് ചെയ്യാനായിട്ട് വന്നത്. നേരെ ഹൗസ് ഓഫ് ദ വാക്ക് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ബ്ലസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട്. യെസ്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. മെർലിനെ എന്തോ ഓർഡർ ചെയ്തേ? അൽഫാമാണ് ഓർഡർ ചെയ്തത്. ഗൈസ്, ഒരാൾ പെപ്സി കൊണ്ടുവരുന്നു. ഗൈസ്, നമ്മുടെ അൽഫാം വന്നിരിക്കുന്നു. സർപ്രൈസ് ആയിട്ട് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഫ്രണ്ട്സ്, ഇത് ഞാൻ പ്രിൻസിപ്പൽ സിസ്റ്ററിന് സ്വീറ്റ്സ് എടുക്കാൻ പോയപ്പോൾ തന്ന കാർഡാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഗിഫ്റ്റ്സ് തന്നു. കുറച്ച് ഇയറിങ്സ് ഉണ്ടായിരുന്നു, കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്തു. കുറച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ കാർഡിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്നും എഴുതിയതായിട്ട് കാണാൻ പറ്റില്ല. വെട്ടത്തിലേക്ക് നോക്കുമ്പോഴാണ് എഴുതിയതായിട്ട് കാണാൻ പറ്റുള്ളൂ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. അതുമാത്രമല്ല, എനിക്ക് എല്ലാം ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അൻവയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അൻവയുടെ വീട് അതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അതവർ സർപ്രൈസായിട്ട് ചെയ്തതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് താഴത്തേക്ക് ഒരു സ്ഥലമുണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പോൾ അവിടെ ഞാൻ ഫോട്ടോസ് എടുക്കായിരുന്നു. ആ സമയത്താണ് അവർ കേക്കൊക്കെ പോയി എടുത്തത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമായി. എനിക്ക് പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു വികാരമില്ലായിരുന്നു എൻ്റെ മുഖത്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇവർ ഇങ്ങനെ ചെയ്ത് ഫുഡ് അടിക്കാൻ പോകുന്ന കാര്യം അറിയായിരുന്നു, പക്ഷേ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പൊടി ദിവസമായിരുന്നു അന്ന്. പിന്നെ സ്കൂളിലത്തെ ഈ അരിപ്പൊടി എറിയലും ഗിഫ്റ്റ്സ് കൊടുത്തതും എല്ലാം മെർലിൻ്റെ പ്ലാനായിരുന്നു. മെർലിനാണെങ്കിൽ നമുക്ക് അരിപ്പൊടി ഫസ്റ്റ് അവർ എൻ്റെ വീട്ടിലേക്ക് വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള വീഡിയോ ഇത്തിരി ഉണ്ടാവുള്ളൂ, കാരണം കൂടുതലൊന്നും പിടിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ശരിക്കും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ ബൈ.